നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ 6 വർഷത്തെ ദുരൂഹമായ ഇടപാടുകളാണ് അന്വേഷണത്തിൽ പുറത്തു വരുന്നത്. ദ്വാരപാലക ശില്പപാളികളിൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ ശബരിമല ശ്രീകോവിലിന്റെ പ്രധാന വാതിലിൽ എത്തി നിൽക്കുന്നു. തുടക്കം വാതിലിലാണെന്ന് കോടതിയുടെ കണ്ടെത്തൽ. വിജയ് മല്യ 32 കിലോ സ്വർണം പൂശിയ ശ്രീകോവിലിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഇനി അവശേഷിക്കുന്ന നിസാര സ്വർണത്തിന്റെ അളവ് കേൾക്കുമ്പോൾ കൊള്ളയുടെ ആഴം വ്യക്തമാകും. ഇതിനായി ശാസ്ത്രീയ പരിശോധനകൾ ഉടൻ തന്നെ നടത്തണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. ശ്രീകോവിലിലെ ഉരുപ്പടികളുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത് എന്തിനാണെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധമാണ്. ഉദ്യോഗസ്ഥരെയും കടന്ന് മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസു പ്രതിയായി കഴിഞ്ഞു. വാസുവിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണം നീളുമ്പോൾ എ പത്മകുമാറും പി എസ് പ്രശാന്തും സംശയ നിഴലിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇപ്പോൾ ഹൈക്കോടതിക്കില്ല. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ് സ്വർണ്ണക്കൊള്ളയിൽ ഇനി ആരൊക്കെ കുടുങ്ങും. അതീവ നിർണായകമായ കണ്ടെത്തലുകളാണ് ഇന്ന് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് കോടതിക്ക് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ശബരിമലയിലെ പ്രവർത്തനത്തിന്റെ നേർചിത്രമായി മാറുകയാണ്. സംശയ നിഴലിലാണ് കഴിഞ്ഞ 6 വർഷത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശബരിമലയിൽ ശ്രീകോവിലിൽ പ്രധാന വാതിലിൽ സ്വർണം പൂശിയതിൽ പോലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഹൈക്കോടതി ഒരു വലിയ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് ഈ ഇടപാടിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലും ഹൈക്കോടതി സംശയരൂപേണ ഉന്നയിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അന്താരാഷ്ട്ര മാർക്കറ്റുകളിലേക്ക് ശബരിമല ശ്രീകോവിലിലെ വസ്തുക്കൾ, അമൂല്യമായ വസ്തുക്കൾ പോയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, 2019 എത്ര സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനുവേണ്ടി ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നാണ് ഹൈക്കോടതി ഇന്ന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. അത് വരുന്ന മണ്ഡല മകരവിളക്ക് കാലം തുടങ്ങുന്നതിന് മുൻപ് പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരു സംശയവും ഇക്കാര്യത്തിൽ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി വ്യക്തമായ നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുകയാണ്. അതായത് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളിൽ മാത്രമല്ല, കട്ടളയിലെ സ്വർണ്ണപ്പാളികളിൽ, അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ പ്രധാന വാതിലിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിൽ ഇതിലെല്ലാം ക്രമക്കേട് നടന്നു. പിന്നീട് 2019 ഇവയെല്ലാം വീണ്ടും സ്വർണം പൂശുകയാണ് ഉണ്ടായത്. എന്തിനാണ് 1999 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ അമൂല്യമായ വസ്തുക്കൾ 2019 വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയത് ചെമ്പുപാളികളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട്? ഇതാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ആവർത്തിച്ച് ഹൈക്കോടതി ഇക്കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഹൈക്കോടതി എന്ന് പറയുകയാണ്: അന്താരാഷ്ട്ര മാർക്കറ്റുകളിലേക്ക് ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. ഇന്ന് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് ശ്രീ ശ്രീത് പണിക്കർ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ നിജേഷ് അരവിന്ദ് എന്നിവരാണ്. ശ്രീ ജോർജ് ജോസഫ്, ഹൈക്കോടതിയുടെ ഉത്തരവ് അല്പം മുമ്പാണ് വന്നത്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. 16-ാമത്തെ പേജ് മുതൽ വായിച്ചു നോക്കിയാൽ ഹൈക്കോടതിക്ക് ഉണ്ടായിരിക്കുന്ന സംശയം മാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലെ വിവരങ്ങളും ഹൈക്കോടതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിഗമനങ്ങളെല്ലാം 100% ശരിയെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം തുടങ്ങി വെച്ചത് ഹൈക്കോടതിയാണല്ലോ. ഇവിടെ ഒരു തട്ടിപ്പ്, സ്വർണ്ണ തട്ടിപ്പ് ഉണ്ടെന്ന് കണ്ടെത്തിയത് ഹൈക്കോടതിയാണ്. അവിടെ ഒരു SP സ്പെഷ്യൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിട്ടും ഹൈക്കോടതി ചോദിച്ചപ്പോൾ മാത്രമാണ് തട്ടിപ്പിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത് സപ്രസ് ചെയ്യുന്നത്? അത് അവിടെ പോലെ അന്വേഷണം നടക്കണം. ഇപ്പോഴത്തെ ഹൈക്കോടതി നിരീക്ഷണത്തിലെ ആദ്യത്തെ റിപ്പോർട്ടിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇനി വരാൻ പോകുന്ന ആൾക്കാർ പ്രതികളായിട്ട് വരുന്ന ഒരു ലിസ്റ്റ് ഹൈക്കോടതി കൊടുത്തു. രണ്ടാമത്തെ റിപ്പോർട്ടിനകത്ത് 3 അറസ്റ്റ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ മുരാരി ബാബു, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ PA ആയിരുന്ന ഒരു ഓഫീസർ, അങ്ങനെ 3 പേരെ പ്രതിയാക്കി അതുമായിട്ട് SIT കണ്ടുപിടിച്ച ആ വിവരങ്ങളും ഹൈക്കോടതിയെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പം വളരെ കൃത്യമാണ്. കാരണം നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്, ന്യൂസ് 18 പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്,
വിജയ് മല്യ അവിടെ 1999 അവിടെ പൂശിയത് അദ്ദേഹത്തിന്റെ കണക്ക് 30 കിലോ എന്ന് പറയുന്നത്, 38 കിലോ എന്ന് പറയുന്നുണ്ട്, അത് 44 കിലോ എന്നൊക്കെ പറയുന്ന കണക്കുകളുണ്ട്. വ്യക്തതയില്ല. പക്ഷേ 420 പേജുള്ള ഒരു മഹ്സർ കുറെ തപ്പിയ ശേഷം SIT അവിടുത്തെ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തു. അടിസ്ഥാനപരമായ ഒരു രേഖയാണത്. എത്ര കിലോ സ്വർണം ശബരിമലയില് എവിടൊക്കെ പൂശിയിട്ടുണ്ട്, എവിടൊക്കെ മറച്ചിട്ടുണ്ട്, എങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ മഹസറിലുണ്ട്. അതുകൊണ്ട് SITക്ക് ഒരു കാര്യത്തിൽ ഉറപ്പായി. 98-99 വിജയ് മല്യ കൊടുത്ത സ്വർണം എത്രത്തോളം കൊടുത്തു, അതിലെത്ര പൂശി എന്നുള്ള കണക്ക് വന്നു കഴിഞ്ഞു. അതിനകത്ത് പൂശാതെ പോയത് മുതൽ നമുക്ക് സംശയമാണ്. അതെവിടെ പോയി? പൂശാതെ പോയ സ്വർണം അവിടെ കാണണമല്ലോ ഇപ്പോഴും. അത് ആരും എടുത്ത് കൊണ്ട് പോയതായിട്ട് ഇതുവരെയെങ്കിലും വെളി വരുന്നില്ല. അത് തന്നെയാണ് ഹൈക്കോടതിക്ക് സംശയം. 99 ശേഷം ഇതുവരെയുള്ള കാര്യങ്ങൾ, 2025 വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം SIT. ഏതായാലും ആദ്യത്തെ ഇതുവരെയുള്ള റിപ്പോർട്ടിലെ 3 അറസ്റ്റ് നമ്മൾ കണ്ടു. ഏകദേശം അവിടെ നമുക്ക് ഒരു 70 ലക്ഷവും ഒരു 85 ലക്ഷം രൂപയുടെ ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുപോലെ തന്നെ കുറെ റിക്കവറി, 400 ഗ്രാം അവിടെ ബാംഗ്ലൂരിൽ റിക്കവറി നടത്തിയിട്ടുണ്ട്. 176 ഗ്രാം അവിടെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് വീട്ടിലെ ഫ്ളാറ്റിൽ നിന്ന് റിക്കവറി നടത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ചെന്നൈയിലുള്ള റിക്കവറി എത്രത്തോളം വെളിയിലോട്ട് വന്നിട്ടില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കുറെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടെടുത്തിട്ടുണ്ട്. ഇവിടെ ശബരിമലയിലുള്ളവര് ഇതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഇതിന്റെ സ്വർണത്തിന്റെയും മറ്റേതിന്റെയൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്യാഷായിട്ട് മാത്രമേ പറ്റിയിട്ടുണ്ടാവുള്ളൂ. സ്വർണം വെച്ച് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം ക്യാഷിന്റെ ഫ്ലോ ആണ് SIT ഇനി അന്വേഷിക്കേണ്ടത്. കാരണം ഇത്രയും നാളും 1999 മുതൽ കാലാകാലങ്ങളിൽ കടത്തിയത്, പ്രത്യേകിച്ച് 2019 കടത്തിയ ശേഷം ഇപ്പോഴേ അവിടെയാണ് ഇനി ശാസ്ത്രീയമായ അന്വേഷണം വേണ്ടി വരുന്നത്. ഇപ്പോഴവിടെ പൂശിയിരിക്കുന്ന സ്വർണം എത്രയുണ്ട് അത് കണക്കെടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒറിജിനലായിട്ട് ഇത് അടിച്ചതിനെ പറ്റി ഒരു കണക്കായി. ഇപ്പം പൂശിയത് ഇത്രയാണ്, ബാക്കി മുഴുവൻ വെളിയിലോട്ട് പോയി. വെളിയിലോട്ട് പോയത് ഏതൊക്കെ പ്രസിഡന്റുമാരും ഏതൊക്കെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലഘട്ടത്തിലാണ്. അവരൊക്കെ ചിലർ നല്ല സത്യസന്ധന്മാരാണ്, വാസുവൊക്കെ വളരെ ക്ലീൻ ആണെന്നൊക്കെ പറഞ്ഞ ഒപ്പീനിയൻ ഒക്കെ ഞാൻ കണ്ടു. അങ്ങനെ പലരും പറയുന്നുണ്ട്, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ ക്ലീൻ ആണെന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. കാരണം ഇന്നും ഹൈക്കോടതി ഈ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്നത് കേവലം ഉദ്യോഗസ്ഥരെ മാത്രമല്ല, അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയെ പോലുമാണ്. അവർക്കതിൽ ഉത്തരവാദിത്തമുണ്ട്. ക്ഷേത്രത്തിന്റെ വസ്തുക്കൾ സൂക്ഷിക്കുവാനുള്ള അതിന്റെ പരമാധികാരം ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് എന്ന കാര്യം സംശയലേശമന്യേ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ശ്രീ ശ്രീത് പണിക്കർ, ഇതിൽ 20ാമത്തെ പേജിൽ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പുതിയ കാര്യമാണ്. അവിടെയാണ് അന്താരാഷ്ട്ര മാർക്കറ്റുകളിലേക്ക് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പോയിട്ടുണ്ടോ എന്നുള്ള സംശയം ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നത്. അതിന് കാരണം ഇതാണ്, അവിടുത്തെ കട്ടളയാകട്ടെ, പ്രധാന വാതിലാകട്ടെ, ദ്വാരപാലക സ്വർണ്ണപ്പാളികളാകട്ടെ, ഇവയുടെ എല്ലാം റെപ്ലിക്ക ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്, എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നു. അതിൽ കൊണ്ടുപോയവയായിരിക്കില്ല തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ അഴിച്ചു വെച്ചിരുന്നത്, അവിടുത്തെ സ്വർണ്ണപ്പാളികൾ അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ അനാഥമായി കണ്ടെത്തി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ. അപ്പോൾ ഒന്നിലേറെ റെപ്ലിക്കകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ അമൂല്യമായ വസ്തു, യഥാർത്ഥ സ്വർണ്ണ ക്ലാഡിങ്ങോട് കൂടിയ ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ അവ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റഴിച്ചിട്ടുണ്ടാകാം എന്നുള്ള സംശയത്തിലേക്ക് ഹൈക്കോടതി പോവുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ്. സുഭാഷ് കപൂർ എന്നുള്ള അന്താരാഷ്ട്ര കള്ളക്കടത്ത് റാക്കറ്റിലെ പ്രധാന കണ്ണിയുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരുന്നോ അതേ രീതിയിലാണ് ശബരിമല സന്നിധാനത്തും നടന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഹൈക്കോടതി ഈ ഉത്തരവിൽ. എന്തൊക്കെയാണ് ഇനി കേൾക്കാനും കാണാനും ബാക്കിയുള്ളത്? ശ്രീ മഞ്ജുഷ്, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഈ ഒരു കേസ് എങ്ങനെയാണ് നടത്തുന്നത് എന്നതിനെക്കുറിച്ചും ഈ ഒരു തട്ടിപ്പ് എങ്ങനെയാണ് ഇവരെല്ലാവരും തന്നെ പുൾ ഓഫ് ചെയ്തത് എന്നതിനെക്കുറിച്ചും കോടതി ഇന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഇതിനിവർക്കൊരു മുന്നിൽ നിൽക്കുന്നതിനുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവർ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് സർവ്വസ്വാതന്ത്ര്യവും കിട്ടുന്ന രീതിയിലത്തേക്ക് അയാൾക്ക് എന്തും ചെയ്യുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ നൽകി എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും അവിടുത്തെ പല സ്വർണ്ണ ഉരുപ്പടികളും ഇദ്ദേഹം കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിന് വേണ്ടുന്ന സമയത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള സമയം അവിടെ ഉണ്ടായിരുന്നു എന്നതും അതാരും തന്നെ ചോദ്യം ചെയ്തിരുന്നില്ല എന്നതിനെക്കുറിച്ച് പറയുന്നത്.
അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഈ ദ്വാരപാലക പാളികളൊക്കെ തന്നെ കൊണ്ടുപോകുന്ന സമയത്തുണ്ടായിരുന്ന 39 ദിവസത്തെ കാലതാമസമായിരുന്നുവെങ്കിൽ മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാലതാമസം ഉണ്ടായതായിട്ട് കോടതി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആ വാതിലും മറ്റും കാര്യങ്ങളുമെല്ലാം സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് അനാവശ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരാഴ്ചത്തെ ഡിലേയും മറ്റും അവിടെ വരുത്തിയിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതൊരു കൊള്ളയായിരുന്നുവെന്നും ആ കൊള്ളയിൽ എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നുവെന്നും അത് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്ക് തന്നെ അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട്. അതായത് മിനിറ്റ്സ്. ഈ മിനിറ്റ്സ് എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ യോഗ തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ആ മിനിറ്റ്സ് വളരെ കൃത്യമായിട്ടല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നും അത് ഒരിക്കലും ഒരു ഡിസിഷന്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നും കോടതി പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇതെല്ലാം തന്നെ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പുറത്തേക്ക് വരരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നതാണ്. അതിനൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ 2019 മുതൽ ഇങ്ങോട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 2024 തീരുമാനമെടുത്തതിന് ശേഷം 2025 എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന അറ്റകുറ്റപ്പണികൾക്ക് പോലും ഒരു തരത്തിലുള്ള ട്രാൻസ്പെറൻസി ഇല്ലാത്തത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധൃതിയുണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ, അവിടെയാണ് പ്രശാന്ത് വെട്ടിലാകുന്നത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൂടി താല്പര്യത്തിലാണ് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിരുന്നത് എങ്കിൽ അത് വെറും വ്യാജമായിട്ടുള്ള കാരണങ്ങളായിരുന്നു എന്ന് കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ പറയട്ടെ ഒരു കാര്യം, പി എസ് പ്രശാന്തിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പി എസ് പ്രശാന്ത് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് തനിക്കെതിരെ ഉള്ള ആ പരാമർശം തന്റെ നിർദ്ദേശത്തിലാണ് അല്ലേ, ആദ്യത്തെ അല്ലേ തിരുവാഭരണ കമ്മീഷണറുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും പോറ്റിയെ ഏൽപ്പിക്കുകയായിരുന്നു സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി. അത് ആ പരാമർശം നീക്കണമെന്ന് പ്രശാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ 20-ാമത്തെ പേജിലും 21-ാമത്തെ പേജിലും ദ ഫർദർ ഇറഗുലാരിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ദ ഗോൾഡ് പ്ലേറ്റിംഗ് ഓഫ് ദ്വാരപാലകാസ് ഇൻ സെപ്റ്റംബർ 2025 എന്ന് പറയുന്ന ഭാഗത്ത് കഴിഞ്ഞ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ എടുത്തു പറയുകയാണ് ഹൈക്കോടതി ചെയ്യുന്നത്. അതായത് പ്രശാന്തിന്റെ ആ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല അല്ലേ? അത് തന്നെയുമല്ല മഞ്ജുഷ്, അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതിൽ പറയുന്നത് എന്താണ്, 2024 പെട്ടെന്ന് തന്നെ അടുത്ത സീസണിന് മുമ്പ് പുതുതായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ വേണം എന്നുള്ള ഒരു തീരുമാനം പ്രസിഡന്റിന്റെ താല്പര്യപ്രകാരമാണ് എടുത്തിരിക്കുന്നത് എന്ന് മറ്റുദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കോടതി ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് പ്രസിഡന്റ് എന്ന് പറയുന്നത് PS പ്രശാന്ത് instructed that the repair works be completed before the commencement of the temple season beginning on 15 November 2024 and requested urgent orders to that effect. ആ സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ആവശ്യവുമായി വന്നിരുന്നു, ഞാൻ വീണ്ടും സ്വർണം പൂശി തരാം, അറ്റകുറ്റപ്പണി ചെയ്തു തരാം എന്ന്. അതുമാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 നടത്തിയ സ്വർണം പൂശലിൽ അതിൽ ഇറഗുലാരിറ്റീസ് ഉണ്ട് എന്ന്, ന്യൂമറസ് ക്രാക്സ് ഹാഡ് അപ്പിയർഡ് ഓൺ ദ ദ്വാരപാലകാസ് ആൻഡ് ദാറ്റ് സെവറൽ കോപ്പർ പ്ലേറ്റ്സ് ഹാഡ് ഡിറ്റാച്ച്ഡ്. ഈ കണ്ടെത്തൽ നടത്തിയിട്ട് പോലും ഇതേ പോറ്റിക്ക് കൊടുത്തു. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതായത് പെട്ടെന്ന് തന്നെ ഈ വർക്ക് തീർത്ത് 15 നവംബർ 2024, അതായത് മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങാൻ പോവുകയാണ്, ആ സമയത്തിന് മുൻപ് ഇത് റിപ്പയർ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ പരാമർശങ്ങൾ PS പ്രശാന്തിനെതിരെ വന്നിരിക്കുകയാണ്. ഇനിയുമുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ ഒരു അർജൻസി ഉണ്ട്, അപ്പൊ ആ അർജൻസിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നീക്കുന്നു. പക്ഷെ എന്നിട്ട് പറയുന്ന കാര്യം എന്താണ്, ഈ റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട് ദ്വാരപാലകരെ ആ സമയത്തൊന്നും തന്നെ ഇത്ര അർജൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അത് എടുത്തിട്ടില്ല. എന്നിട്ട് അവസാനം 15 നവംബറിൽ പൂർത്തീകരിക്കേണ്ടുന്ന 2024 15 നവംബറിന് മുന്നിൽ പൂർത്തീകരിക്കേണ്ടുന്ന കാര്യങ്ങൾ അവസാനം പൂർത്തീകരിക്കുന്നത് 2025 ജനുവരിയിലാണ്. അതിനുശേഷം കോടതി പറയുന്നത് കേൾക്കും. This by itself clearly demonstrates that the plea of urgency was contrived, lacking in bona fides, and intended only to circumvent the judicial safeguards in place. അതായത് ശബരിമലയിൽ നിന്ന് ഈ വസ്തുക്കളെ ഒന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ദേവസ്വം മാനുവലുണ്ട്, കോടതിയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെ നിൽക്കെ ഇവർക്ക് ഇത് മെയിൻ്റനൻസ് നടത്തുന്നതിനുള്ള മതിയായ സമയം കിട്ടിയിട്ടും ഈ അർജൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അത് പൂർത്തീകരിക്കാതിരുന്നത് കൊണ്ട് കോടതി മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായിട്ട് ഈ ഒരു അർജൻസി എന്നുള്ളത് മനഃപൂർവ്വം ഇവർ ഉണ്ടാക്കിയെടുത്തതാണ്, അതൊരു ന്യായവാദമായിട്ട് മാത്രം എടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്.
അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അത് അർജൻസി ആരാ കൊണ്ടുവന്നത്? അർജൻസി കൊണ്ടുവന്നിരിക്കുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആരാണ്? പ്രശാന്ത് ആണ്. അപ്പൊ പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ അർജൻസി എന്ന് പറയുന്ന കാര്യം പോലും ഒരു വസ്തുതയും ഇല്ലാത്തതായിരുന്നു. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത അർജൻസിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് ശ്രീ പ്രശാന്തിന് തുടരാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മൾ വാസുവിലേക്കോ അല്ലെങ്കിൽ പിന്നെ അതിനു മുമ്പ് പത്മകുമാറിലേക്കോ ഒക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പോ ദേവസ്വത്തിന്റെ തലപ്പത്തുള്ള ആളിന് ഈ ഒരു വിധിയുടെ, അതായത് തിരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിന് ശേഷവും ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ റോളുമായി ഭയങ്കര തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പി എസ് പ്രശാന്ത് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ഇത് മാത്രമല്ല, 25ാമത്തെ പാരഗ്രാഫാണല്ലോ താങ്കൾ പറഞ്ഞു വന്നത്. അതായത് 2024 നവംബറിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണി തീർക്കണം എന്ന് പറഞ്ഞ് അതിനുള്ള ഉത്തരവ് നേടിയെടുത്ത് ഈ സ്പോൺസർ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഇത് എന്നാണ് കൊണ്ടുപോയത്? സെപ്റ്റംബർ 2025 അല്ലേ? അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? ഡെസ്പൈറ്റ് ദ purported urgency, the Dwarapalas were never taken for repair before the commencement of the temple season on 15 November 2024, which എന്നിട്ട് മഞ്ജുഷ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് which concluded in January 2025 എന്ന് 25ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അല്ല, ജാനുവരി 2025 സീസൺ അവസാനിച്ചു എന്നുള്ളതാണ്, മകരവിളക്ക് അവസാനിച്ചു. This by itself clearly demonstrates that the plea of urgency was contrived, lacking in bona fide and intended only to circumvent the judicial safeguards in place എന്നുള്ളതാണ്. അവസാന പാരഗ്രാഫ് എനിക്ക് മനസ്സിലായില്ല. Matters assumed a more dubious complexion in July 2025 when steps were once again initiated to fabricate a false sense of emergency. ഇതെന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 2024 തന്നെ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ട് പോകണം, അർജൻസിയാണെന്ന് പറഞ്ഞുകൊണ്ട് നോട്ട് എഴുതുക, അതിന് അപ്രൂവൽ കൊടുക്കുക, പിന്നീട് അത് കൊണ്ടുപോകാതിരിക്കുക, അതിനിടയ്ക്ക് ദുരൂഹമായ കാര്യങ്ങൾ സംഭവിക്കുക. 2025 സെപ്റ്റംബറിൽ ആരോടും പറയാതെ, സ്പെഷ്യൽ കമ്മീഷണറോട് പറയാതെ സന്നിധാനത്ത് നിന്ന് അത് ചെന്നൈയിലേക്ക് കൊണ്ടുകൊടുക്കുക. കൊടുത്തു എന്ന് പറയുമ്പോൾ CPM-ന്റെ നേതാക്കൾ നമ്മളോട് പറയും അങ്ങനെയല്ല, അത് കൊടുക്കുകയായിരുന്നു, ആരും പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ല എന്ന്. കൊടുക്കുക. ഇതെന്താണ് സംഭവിച്ചത്? അവിടെ ആരും അറിയാതെ രാഖിരാമൻ ഇത് കൊണ്ടുപോകാൻ ഇല്ല. ഇതെല്ലാം കോടതി എടുത്തു പറയുമ്പോൾ പ്രശാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം, ഹൈക്കോടതി മുൻപാകെ അപേക്ഷിച്ച കാര്യം, അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രശാന്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവിൽ വന്നിരിക്കുകയാണ്. ഒരു നിമിഷം പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ ടേൺ നീട്ടിക്കൊടുക്കുവാനുള്ള ആലോചനകൾ നടക്കുന്ന ഒരു സമയത്ത് കൂടിയാണിത്. ശ്രീജിത്ത്, തീർച്ചയായിട്ടും നോക്കൂ, അതില് വളരെ വ്യക്തമായിട്ട് കോടതി പറയുന്നുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസ് വർക്ക് നടത്തണമായിരുന്നുവെങ്കിൽ അതിന് ജനുവരി മുതൽ നവംബർ വരെയുള്ള സമയം അവർക്കുണ്ടായിരുന്നു. ആ സമയത്തൊന്നും പൂർത്തീകരിക്കാതെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അർജൻസി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന്. നോക്കൂ, പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അർജൻസി അവിടെ ഉണ്ടാക്കുകയും അത് ഫാബ്രിക്കേറ്റഡ് ആണ് വിത്ത് എ ഫോൾസ് സെൻസ് ഓഫ് എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ഇതിനേക്കാൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പരാമർശം പിന്നീട് എങ്ങനെയാണ് ഉണ്ടാകാൻ കഴിയുക? അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത് ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ്. എന്ന് വെച്ചാൽ ദേവസ്വത്തിന്റെ ഏറ്റവും തലപ്പത്തുള്ള ആൾക്കാർ തന്നെ അവരുടെ പ്രവൃത്തികളിൽ, അവരവിടെ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളിലെ അർജൻസിയിൽ അത് റെക്കോർഡ് ചെയ്യുന്ന മിനിറ്റ്സ് ബുക്കിൽ എല്ലാം തന്നെ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കോടതി പറയുകയാണ്. സുതാര്യമായിട്ടുള്ള ഒരു പരിപാടിയും അവിടെ ഇല്ല. പിന്നെ ദേവസ്വത്തിന്റെ ഡ്യൂട്ടി എന്താണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് അടിമുടി തട്ടിപ്പാണ് എന്നും അത് ഏതാനും ഉദ്യോഗസ്ഥർ മാത്രം ചേർന്നതല്ല എന്നും അന്താരാഷ്ട്ര ലെവലിൽ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നും പറയുന്നത് കൊണ്ടാണ് ഈ സുഭാഷ് കപൂറിനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അവിടെ ഗുരുതരമായിട്ടുള്ള വീഴ്ച. ഇപ്പൊ വാസുവിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കൂ. വാസുവിന്റെ കാര്യത്തിൽ വാസു അവിടെ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ കയ്യിൽ സ്വർണം ബാക്കിയുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കേവലം മറ്റൊരു തുടർ നടപടി എന്ന രീതിയിലത്തേക്ക് മറ്റൊരാളിനെ ചുമതലപ്പെടുത്തുകയായിരുന്നില്ല വേണ്ടത്. മറിച്ച് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമായിരുന്നു. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് കൊടുക്കണമായിരുന്നു. കാരണം അദ്ദേഹം ഭഗവാന്റെ സ്വത്ത് അനധികൃതമായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്നു, അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നീ ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആയിക്കോട്ടെ, മുൻപുണ്ടായിരുന്ന പ്രസിഡന്റുമാരായിക്കോട്ടെ, ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരാളിനും ഇതിൽ നിന്ന് ഇഗ്നോറൻസ് പറഞ്ഞുകൊണ്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. കാരണം കോടതിയുടെ വിധികളും മാനുവൽ ആണെങ്കിലും എല്ലാം തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതേപോലെ കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും ഓഫീസിൽ നിന്ന് ദേവസ്വത്തിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ
ഇത് ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള കോപ്പർ പ്ലേറ്റ് എന്നതിനെ മാറ്റിയിട്ട് കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. കാരണം അത് തെറ്റെന്ന് പറയുന്നതിന് അവിടെയുള്ള എല്ലാവർക്കും ഇത് വിജയ് മല്യ കൊടുത്തിട്ട് സ്വർണം പൊതിഞ്ഞിരിക്കുന്നതാണ് എന്നതിനെക്കുറിച്ച് അറിവുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ അറിവുണ്ടായിക്കൊണ്ട് അതിനെ മറച്ചു വെക്കുന്ന രീതിയിൽ രേഖയിൽ കൃത്രിമത്വം ഉണ്ടാക്കുകയും 2019 മുതലുള്ള തട്ടിപ്പുകൾ ഒന്നും തന്നെ പുറത്തു വരരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്രിമത്വം വരുത്തി ആ കൃത്രിമത്വം ഇന്നുവരെ തുടരുന്നു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കം അതിന്റെ ഭരണസമിതി പൂർണ്ണമായിട്ടും രാജിവെച്ചു മാറുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ ഇനിയും ഭക്തരുടെ താല്പര്യമോ ദേവന്റെ സ്വത്തോ സംരക്ഷിക്കുന്നില്ല. ഇനി പി എസ് പ്രശാന്തിന് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല. എൻ വാസു ഇതിനകം തന്നെ പ്രതിയായി കഴിഞ്ഞു, 3ാം പ്രതിയായി കഴിഞ്ഞു. ഇപ്പോൾ പി എസ് പ്രശാന്ത് തനിക്കെതിരെ നടത്തിയ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതാണ്. നീക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങളാണ് 2025 സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതിനെ കുറിച്ച് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. 2024 തന്നെ തുടങ്ങിയ ഒരു ആസൂത്രിതമായ നീക്കം, അത് 2025 സെപ്റ്റംബറിൽ ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എത്തിക്കുന്നതിൽ വരെ നീണ്ടു എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രശാന്തിന് ഇനി എങ്ങനെ തുടരാൻ കഴിയും? അല്ല മഞ്ജുഷ, ഈ പ്രശാന്ത് ഇതിനകത്ത് കുറ്റവാളിയാണെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പുറത്താക്കണമെന്നുള്ള നിലപാടിലുള്ള ആളാണ് ഞാൻ. പക്ഷേ കോടതി അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിധി എഴുതുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അയാൾ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ അയാൾ കണ്ടുപിടിക്കണം, അയാളെ അറസ്റ്റ് ചെയ്യണം, അയാളെ ജയിലിലുള്ള എന്താ തർക്കിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യത്തിൽ. അതുപോലെ എൻ വാസുവിന്റെ വാസുവിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. അതിലുപരിയായിട്ട് ഈ പറയുന്ന ഈ 1999 അവിടെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം ക്ലാഡ് ചെയ്ത് ആ ക്ലാഡ് ചെയ്ത സ്വർണം പിന്നെ 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് പൂശണം എന്ന് പറയുന്നത് യുക്തി ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, വേറെ മറ്റൊരു ആർഗ്യത്തിലാണെന്ന് തോന്നുന്നു. എനിക്കും അത് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്നെ ഭയപ്പെടുത്തുന്നതൊന്നുമല്ല. ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ പോലും ഇന്ത്യയിൽ നിന്ന് കടത്തി വിദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്നുമാണ് അത് ഏറ്റവും കൂടുതൽ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ ബാലി എന്നൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നത്, പക്ഷെ അതിന് നിജസ്ഥിതികളൊന്നുമില്ല. അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോടാനും കോടികളാണ്. ഇപ്പോഴും അത്ര തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, വെച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട കോടതി പരാമർശിച്ച പോലെ ഈ ശബരിമലയിലെ ഇതുപോലെ എന്തെങ്കിലും ഒരു വസ്തു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഫ്രോഡ് അയാളുടെ ചുറ്റുമുള്ള ആരുടെയെങ്കിലും സഹായത്തെ നേരത്തെ പരാമർശിച്ചൊരു കപൂർ ഇതേപോലുള്ളവരുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത് ഇത് അന്തർദേശീയ തലത്തിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ തട്ടിപ്പുണ്ടെന്നാണ്. ഒരു ശ്രീ റജി അങ്ങനെയില്ല. അതായത് സുഭാഷ് കപൂർ ഒക്കെ നടത്തിയിരിക്കുന്ന തട്ടിപ്പിന് സമാനമായ തട്ടിപ്പ്. സുഭാഷ് കപൂറിന് ഇവിടെ പങ്കുണ്ടെന്നല്ല. സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഒരു ഈ അമൂല്യമായ വസ്തുക്കൾ, വിലപിടിപ്പുള്ള ആർട്ട് വസ്തുക്കളൊക്കെ അവ കള്ളക്കടത്ത് നടത്തുന്ന ഒരു പ്രധാന കണ്ണിയാണ്. അയാളുടെ തട്ടിപ്പ്, അയാൾ ഏത് രീതിയിലാണോ ഇങ്ങനെ അമൂല്യമായ വസ്തുക്കൾ കടത്തുന്നത്, സമാനമായ രീതിയിലായിരുന്നു സന്നിധാനത്ത് നടന്നിരിക്കുന്നത്. അതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ സുഭാഷ് കപൂർ ഇതിനകത്തുണ്ട് എന്നല്ല. അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മറ്റാരുടെയോ കയ്യിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തു അല്ല, പോറ്റിയുമായുള്ള ഇടപാടാണെങ്കിൽ ഈ പോറ്റിയിലേക്ക് ഇത് കൊണ്ട് എത്തിച്ചു കൊടുത്ത ആരാണ് എന്നുള്ള കാര്യം കൂടി വരുമല്ലോ. അവിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി പോലും പ്രതികൂട്ടിലാകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഡ്യൂബിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സുഭാഷ് കപൂറിനെ പോലെ എന്നുള്ള ഒരു നിരീക്ഷണം, ഒരു ഉദാഹരണം പറഞ്ഞ കോടതി, ഞാനും തന്നെ പറഞ്ഞത്. അല്ലാതെ സുഭാഷ് കപൂറിനകത്ത് കണക്ഷൻ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സാധുകൾ ഈസ് ദയർ. ഈ പറയുന്ന രീതിയിൽ എനിക്ക് ഭയമുണ്ട്. കാരണം ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇവൻ ഇവിടുന്ന് കൊണ്ടുപോയി 31 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധനം പൂശാനായിട്ട് പിന്നെ ചെന്നൈയിൽ എത്തിക്കുന്നത്. ഈ 40 ദിവസത്തിനുള്ളിൽ ഇതിനിടയ്ക്ക് ഹൈദരാബാദിലാന്ന് പറയുന്നു, ഒരു ഗോവർദ്ധനെ കണക്ട് ചെയ്യുന്നു, പിന്നീട് ഒരു പിന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ പിന്നിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ട്. ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥരെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ട് പകൽ വിളിച്ചു, അല്ലാതെ കണ്ട് അവിടുന്ന് നടത്താൻ പറ്റും. ഉദ്യോഗസ്ഥരുടെ മുകളിലേക്ക് വരൂ, ഭരണസമിതിയിലേക്ക് വരൂ. കാരണം ഇതിനെല്ലാം ഒപ്പിട്ടിരിക്കുന്നത്, തുല്യം ചാർത്തിയിരിക്കുന്നത് ഭരണസമിതിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം കമ്മീഷണറും ഒക്കെ ഉണ്ട്. അവരിലേക്കും കൂടെ താങ്കൾ വരൂ. എന്താണ് അങ്ങോട്ട് വരാൻ ഭയം? ഇവിടെ പ്രശാന്തിന്റെ പ്രത്യേക താല്പര്യം കൂടി ഇവിടെ നിഴലിക്കുന്ന രീതിയിലാണ്. അല്ല, ഹൈക്കോടതിയിൽ ഈ പ്രശാന്ത് പോയി അപേക്ഷിച്ചതാണല്ലോ എനിക്കെതിരെയുള്ള പരാമർശം നീക്കണമെന്ന്. എന്തുകൊണ്ട് നീക്കിയില്ല? അത് മാത്രമല്ല, അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിൽ. താങ്കൾ അത് വായിച്ചു കാണുമല്ലോ എന്തായാലും. വായിച്ചത് തന്നെയല്ല മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് പൂർത്തിരിക്കാത്തുള്ള പ്രശ്നമാണ്. കള്ളന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ചരിത്രം ജീവിതത്തില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. മറ്റെന്തും രാഷ്ട്രീയത്തിൽ നമുക്ക് കൊടുക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഇവന്മാർ അടിച്ചെടുത്തിട്ടുണ്ട്, ഇവന്മാർക്ക് എന്തെങ്കിലും പങ്കുണ്ട്. ഈ ഇവൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അത്രയ്ക്ക് ദേഷ്യം കൊണ്ടാ. ഇവരെയൊക്കെ അല്ലാതെ അങ്ങ് സാറെന്നൊക്കെ വിളിക്കാൻ പറ്റുമോ?
ഇവർ ശിക്ഷിക്കപ്പെടാൻ എന്താ തർക്കിക്കുന്നത്? പക്ഷെ പ്രശാന്തിന്റെ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം നമ്മൾ അന്ന് മുതൽ ഡിബേറ്റ് പങ്കെടുക്കുന്നത് എന്താ അറിയോ, പ്രശാന്തിന്റെ അടുത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 40 വർഷത്തെ ഗ്യാരണ്ടി ആയിട്ട് 2019 പിന്നെ ഈ പൂശി എന്നുള്ള വാദം അംഗീകരിച്ച ആ പൂശ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം 40 വർഷത്തെ ഗ്യാരണ്ടി ഇയാൾ കൊടുക്കുകയാണ്. ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. അതൊരു അത്ഭുതമാണ്. ആ 40 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് തനിക്ക് തരണം, താൻ കൊണ്ട് വീണ്ടും പിന്നെ പൂശ എന്ന് പറഞ്ഞപ്പോൾ ഇയാളെ കൊടുത്തുവിടുന്നതിൽ സംശയമുള്ളതിന്റെ പേരിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന് നേരിട്ടാ കൊടുത്തുവിട്ടത്. അവരുടെ ക്യാമ്പ് ചെയ്തു എന്നുള്ളവരും പിന്നെ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞതാരാ? മാധ്യമപ്രവർത്തകരല്ല, അത് ഈ പറയുന്ന ഈ ചെന്നൈയിലെ ഈ സ്വർണം പൂശുന്ന സ്ഥാപന പറഞ്ഞു. അതുകൂടാണ്ട് നമ്മൾ അധികം ഡിബേറ്റ് ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട്. അധികാരം ഡിബേറ്റ് എന്താറിയോ, അതിന്റെ വക്കീല് ഈ പ്രശ്നം പുറത്തു വന്ന അന്ന് മുതല് ആ വക്കീല് പറഞ്ഞൊരു വാചകമുണ്ട്. അയാൾ പറഞ്ഞൊരു വാചകം എന്താ? ഒരിക്കൽ പൂശിയ ചെമ്പിൽ രണ്ടാമതൊരിക്കലും സ്വർണം പൂശാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ സ്വർണത്തിന്റെ ഈ ദ്വാരപാല ശില്പങ്ങളിൽ ക്ലാഡി ചെയ്യുന്ന അതിന്റെ ഡിറ്റോ ഈ പറഞ്ഞ ഫ്രോഡുകൾ ഉണ്ടാക്കി വീണ്ടും ഒറിജിനൽ ചെമ്പാക്കി കൊടുത്തത്. അതെന്തോ മാധ്യമങ്ങൾ മറന്നു പോയിരിക്കുക. അവിടെ മുതലൊരു തട്ടിപ്പാ. അതാ ഞാൻ പറഞ്ഞത്, കൊള്ളയടിയുടെ സമാനതകളില്ലാത്തൊരു വലിയ കൊള്ളയടി ഇന്ത്യ കണ്ട. എന്റെ ഒരു ആത്മസുഹൃത്ത്, ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഡൽഹിയിൽ വിളിച്ചു പറയാ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്ലാൻഡ് പിന്നെ റോബറി ആയിരുന്നത്. അതായത് ഉദ്യോഗസ്ഥന്മാരുടെയും കോടിക്കണക്കിന് മനുഷ്യർ ആരാധനയോടെ പോകുന്ന ഒരു ക്ഷേത്രത്തിന്റെ അതിനകത്തൊരു ചെറിയ ഞാൻ പറഞ്ഞ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പോയി കണ്ടിട്ടുള്ളതെന്നുണ്ടല്ലോ. അതിനകത്ത് ഇവരുടെ എല്ലാം ഒത്തേശോടെ അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരുപ്പതിയിൽ നിന്ന് അടിച്ചെടുത്ത ഒരു വ്യക്തിയാ, തിരുപ്പതിയിൽ കോടികള്, അതിന്റെ ശിക്ഷ അയാൾ അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടുത്തെ ഇത് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഏറ്റുമാനൂര് മഹാദേവന്റെ വിഗ്രഹം അടിച്ചുകൊണ്ട് പോയി സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു വിദ്വാൻ 28ാമത്തെ ദിവസം ന്യൂസ് പേപ്പറിന് തുണ്ട് പിടിച്ച് അവരെ പിടിച്ചെടുത്തു. അതൊരു വ്യക്തിയാ, ക്ഷേത്രത്തിൽ ആർക്കും ഒരു പങ്കുമില്ല. പക്ഷെ ശബരിമല അതല്ല. ശബരിമല ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. ഉദ്യോഗസ്ഥന്മാരും ഈ പറഞ്ഞ പോറ്റി തമ്പി, ഇനി ഉദ്യോഗസ്ഥന്മാരല്ല, ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരിമാർ. ഞാൻ ഇന്നറിഞ്ഞൊരു വിവരം, അതെനിക്കറിയത്തില്ല, ഏതോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാസുവിന്റെ കാലത്ത് പിന്നെ ബോർഡ് ഒരു മെമ്പറെ ഇന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും നമ്മളെ ഏതോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് നമുക്കറിയണം. വാസു നിരപരാധിയാണോ അല്ലെങ്കിൽ അപരാധിയാണോ? ഇതിനകത്ത് അറിയാതെ ഒപ്പിട്ട് കൊടുത്താൽ, അറിയാതെ ഒപ്പിട്ട് കൊടുക്കാൻ മാത്രം കിട്ടിയാണോ അയാളെന്നുള്ള എനിക്കൊരു അറിയാതെ ഒപ്പിട്ടു. അതൊന്നും പറയല്ലേ, ചുമ്മാ അതൊക്കെ വെറുതെ ആളുകൾ താങ്കളെ തെറ്റിദ്ധരിക്കുന്നത്. ശരി ശരി, അല്ല ശരി. നിജേഷ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിലും ഉള്ളത്. ഈ PS പ്രശാന്ത് വളരെ സത്യസന്ധനാണ് എന്നൊക്കെയാണല്ലോ പൊതുവെയുള്ള, ഇപ്പോൾ റെജിയും അത് പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം പ്രശാന്തിന്റെ പങ്ക് എന്തായാലും 2025 സെപ്റ്റംബറിൽ എന്തിനാണ് സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ഉത്തരവില്ല എന്ന് മാത്രമല്ല, ഈ തട്ടിപ്പെല്ലാം പുറത്തു വരാൻ കാരണവും അത് കയ്യോടെ പിടിച്ചത് കൊണ്ടാണ്. സ്പെഷ്യൽ കമ്മീഷണർ കയ്യോടെ അത് റിപ്പോർട്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് പ്രശാന്ത് അത് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറെ വിജിലൻസ് കമ്മീഷണറെ അറിയിച്ചില്ല, അതൊരു തെറ്റ് ചെയ്തു. സ്പെഷ്യൽ കമ്മീഷണർ അത് എക്സാക്ട്ലി ഹൈക്കോടതിക്ക് അപേക്ഷ കൊടുത്തു, അത് മാപ്പ് കൊടുക്കുകയും ചെയ്തു ഹൈക്കോടതി. അപ്പൊ പിന്നെ പ്രശാന്തിനെ അങ്ങനെ നമ്മള് അല്ലല്ല, ഇത് ഈ അത് തിരിച്ച് എന്തായാലും അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞു അത് നന്നാക്കാൻ വേണ്ടി നടപടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു, അതുകൊണ്ട് നന്നാക്കി കഴിഞ്ഞ് അതിന് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനുള്ള ഒരു സമയം ഹൈക്കോടതി അനുവദിച്ചു. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തതിന് അത് ഇപ്പോഴും ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ റജി ലൂക്കോസ്. ഇതിലുമുണ്ട്. അത് മാത്രമല്ല, ഡ്യൂബിയസ് എന്ന് പറയാൻ കാരണമായിട്ട് ഹൈക്കോടതി പറയുന്നതും ഇത് അറിയിക്കാതെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ ധൃതി പിടിച്ച് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ അഴിച്ചെടുത്തോണ്ട് പോയത് എന്ന് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഈ മാപ്പിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീത് എന്താണ്? മഞ്ജുഷ്, അവിടെ ശ്രീ റജി പറഞ്ഞ ആ പോയിന്റിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കോടതി ഇന്നത്തെ വിധിയിൽ ആവർത്തിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ബോർഡിന് ദേവസ്വം മാനുവലിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം, കോടതിയുടെ വിധിയെക്കുറിച്ച് അറിയാം, അതുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണർ അടുത്ത് നിന്ന് നേരത്തെ അറിയിച്ച് അനുവാദം വാങ്ങണമെന്നതിനെ കുറിച്ച് അറിയാം. ആ കാര്യത്തിൽ ദേ കനോട്ട് പ്ലീഡ് ഇഗ്നറൻസ്, ഞങ്ങൾക്ക് ഇത് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാദവുമായിട്ട് ഇവിടെ വരാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. 2, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പോറ്റിയെ തന്നെയാണ് ഏൽപ്പിക്കുന്നത് എന്നതുകൊണ്ടും നേരത്തെ ഉണ്ടായിരുന്ന ഏതാണ്ട് 475 ഗ്രാം പോറ്റിയുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ദേവസ്വം ബോർഡിന് അറിയാം. എന്നിട്ടാണ് വീണ്ടും അയാളെ തന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നീട് ഈ അർജൻസി മാത്രം പറഞ്ഞുകൊണ്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് ഈ അർജൻസിയുടെ കാര്യം പറയുന്ന സമയത്ത് കോടതി ആ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്ത കാര്യത്തിൽ വീണ്ടും ഈ ഭരണസമിതിയെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. അവിടെ മാപ്പൊന്നും കൊടുത്തിട്ടില്ല.
മാപ്പൊന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആ വാചകം ഇങ്ങനെയാണ്: ദ ബോർഡ് ആൻഡ് ഇസ് ഓഫീസേഴ്സ്. ബോർഡ് എന്നാണ്, ഭരണസമിതിയാണ് ബോർഡ് എന്ന് പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, PS പ്രശാന്ത് അധ്യക്ഷനായ ബോർഡ് ആൻഡ് ഇസ് ഓഫീസേഴ്സ് വെയർ ഫുള്ളി അവെയർ ദാറ്റ് മിസ്റ്റർ പോറ്റി വാസ് എ പേഴ്സൺ ഹു ഹാഡ് റിട്ടേൺ ദ ലെഫ്റ്റ് ഓവർ ഗോൾഡ്. കൈവശമുണ്ട് ഗോൾഡ് എമൗണ്ടിങ് ടു അപ്രോക്സിമേറ്റ്ലി ശ്രീത്ത് പറഞ്ഞ പോലെ 474.97 grams. നെവർദലെസ്, in flagrant disregard of both statutory and judicial mandates. ഗുരുതരമായ പരാമർശമാണ് കോടതി നടത്തിയിരിക്കുന്നത്. ദ ബോർഡ് പ്രൊസീഡഡ്, ബോർഡ് എന്നാണ് അവിടെയും പറയുന്നത്, ബോർഡ് പ്രൊസീഡഡ് ടു അപ്രൂവ് ദ റിമൂവൽ ഓഫ് ദ ആർട്ടിഫാക്ട്സ് thereby acting in conscious violation of the directions of this court എന്നാണ്. കോടതി അതിനു മുമ്പ് തന്നെ 2023 വിധിച്ചിട്ടുള്ളതാണ്. ദേവസ്വം മാനുവലിന് അനുസരിച്ച് പോകാമുള്ളൂ, സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകരുത്, അതുപോലെ തന്നെ കമ്മീഷണറെ, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമെന്ന്. ഇതൊന്നും ചെയ്യാതെ കംപ്ലീറ്റ് വയലേഷൻ, കോൺഷ്യസ് വയലേഷനാണ്, മനഃപൂർവ്വമുള്ള വയലേഷനാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോടതി പറയുമ്പോൾ അത് ബോർഡിന് നേരെയാണ്, നിലവിലെ ദേവസ്വം ബോർഡിന് നേരെയാണ്. ശരി, നിജേഷ്. അല്ല, വലിയ കള്ളൻ ആര്, ചെറിയ കള്ളൻ ആര് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പത്മകുമാറിന്റെ കാലത്തെ ഭരണസമിതി പ്രതിയായി. അതിനുശേഷം വന്ന ദേവസ്വം കമ്മീഷണർ, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു പ്രതിയായി. ഇനി പ്രശാന്തും പ്രതിയാവുന്ന സമയത്തിലേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പൊ പ്രശാന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കുട്ടിയാണ്, നല്ല പിള്ളയാണ്, എനിക്ക് പണ്ടേ അറിയാവുന്നതാണ്, അദ്ദേഹത്തിന് ഹൈക്കോടതി ഇത് കൊടുത്തിട്ടുണ്ട് എന്നൊന്നും പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല. 2 ആഴ്ച മുമ്പുള്ള ചർച്ചയിൽ മഞ്ജുഷെ, പ്രശാന്ത് പറഞ്ഞത് ഞാൻ ഹൈക്കോടതിയിൽ പോയി എന്റെ പരാമർശം നീക്കാൻ ഹർജി കൊടുക്കും, അറിയാതെ വന്നു പോയതാണ്. ആ ഹർജിയിൽ നീക്കം ചെയ്യപ്പെട്ടോ? ഇപ്പോ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ കുറെ കാലമായി ശബരിമലയിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമായി കഴിഞ്ഞു. അത് സുവ്യക്തമായി കഴിഞ്ഞ സ്ഥിതിക്ക് ആരാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദി കസ്റ്റോഡിയൻ ആണ്. കസ്റ്റോഡിയൻ ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ 9.5 വർഷമായി ആരാണ് ഭരണസമിതി എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന സർക്കാരാണ് ആ ഭരണസമിതി. ഞാൻ എന്റെ ജീവിതത്തിൽ കളവിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനെ അംഗീകരിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നമ്മുടെ പത്മകുമാർ ആണെങ്കിലും വാസു ആണെങ്കിലും പ്രശാന്തനാണെങ്കിലും ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിനെ നിയമിച്ചതാരാണ്? ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രി ഇന്നാരാണ്? വാസവനാണ്. നേരത്തെ ഉള്ള ഇടതുപക്ഷ ദേവസ്വം മന്ത്രിമാരാണ്. അപ്പൊ അവർക്കൊക്കെ ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ഇതിപ്പോ പിടിക്കപ്പെട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കാം. ഇത് യാദൃശികമായി പിടിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഇത് കാലം കഴിഞ്ഞു പോയേനെ. ശബരിമലയിലെ ചെമ്പായും സ്വർണം കട്ടുകൊണ്ടുപോയ അവസ്ഥയിലായിരുന്നു. വളരെ യാദൃശികമായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ 40 വർഷത്തെ ഗ്യാരണ്ടി കാർഡിന്റെ കഥയൊക്കെ പറഞ്ഞത്. ഇല്ലെങ്കിൽ 40 വർഷത്തിന്റെ ഗ്യാരണ്ടി കാർഡ് ആരറിയാനാ? ആരും അറിയാൻ പോകുന്നില്ല. ഇതിനു മുമ്പുള്ള ഗ്യാരണ്ടി കാർഡുകളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. ഇന്നും റെലവെന്റ് ആയ ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അതിനകത്ത് വന്നു? ഒരു മറുപടി നമുക്ക് കിട്ടിയോ? ഈ കാലം വരെ കിട്ടിയോ? മറ്റുള്ളവരൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ മറ്റവരൊക്കെ ആവട്ടെ, ഒരു കാരണവശാലും അതിനകത്ത് വരാൻ പാടില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അതിനകത്ത് വന്നു? 2, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ മോഷണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടും എത്ര കാലം അയാൾ പുറത്തുകൂടി നടന്നു? ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ആവശ്യമായ എന്തെല്ലാം സമയം, സാഹചര്യം അദ്ദേഹത്തിന് കിട്ടി? അതിലൊക്കെ ഉത്തരവാദിത്തമാരാണ്? എന്തുകൊണ്ടാണ് കേസ് ഇങ്ങനെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിശ്ചയിക്കുന്നത് വരെ, ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്നത് വരെ, ഹൈക്കോടതിയുടെ പരാമർശം വരുന്നത് വരെ സർക്കാർ എന്ത് ആക്ഷനാണ് ഈ കാര്യങ്ങൾ എടുത്തത്? സർക്കാർ ആക്ഷൻ എടുത്തിട്ടില്ല. പിന്നെ ഈ വിഷയം വന്ന സമയത്ത് ഇടതു മുന്നണിയുടെ ആദ്യത്തെ പ്രസ്താവന എന്താ? ആദ്യത്തെ പ്രസ്താവന ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുണ്ട്, ദേവസ്വം ബോർഡിന് ഇതിൽ പങ്കാളിത്തമില്ല. പിന്നീട് ദേവസ്വം ബോർഡ് 8ാം പ്രതിയായും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് 3ാം പ്രതിയായിട്ടൊക്കെ കേസ് വന്ന സമയത്ത് അതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയോ? ദേവസ്വം ബോർഡ് പ്രതിയാവുക എന്ന് പറഞ്ഞാൽ സർക്കാരല്ലേ അതിന്റെ പ്രതി. യഥാർത്ഥത്തിൽ ഈ ദേവസ്വം ബോർഡിനെ പിൻവലിക്കുക, ഈ മരവിപ്പിക്കുക അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്നതിന് പകരം ഈ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകാനാണ് ഈ സർക്കാർ തീരുമാനിച്ചത്. ഇനിയും എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, കളവുണ്ട് എങ്കിൽ, പഴുതുണ്ട് എങ്കിൽ അത് അടയ്ക്കാനുള്ള, മൂടാനുള്ള അവസരമാണ് ദേവസ്വം ബോർഡിന് കൊടുക്കുന്നത്. സർക്കാർ രാജ്യമുണ്ട് എങ്കിൽ, സർക്കാർ സത്യസന്ധമാണെങ്കിൽ, സർക്കാർ സുതാര്യമാണ് എങ്കിൽ ഈ ദേവസ്വം ബോർഡിനെ എന്നോ പുറത്താക്കേണ്ടിയിരുന്നു. നമ്മൾക്കൊക്കെ അറിയാം, ഈ ചർച്ചയ്ക്കകത്ത് ആദ്യഘട്ടങ്ങളിൽ വന്നത് ദേവസ്വം ബോർഡിലെ മെമ്പർമാരായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ല, അയ്യപ്പ സംഗമത്തിന്റെ അന്ന് ഒരു 3 ദിവസം ഇതിനകത്ത് ചർച്ച വന്ന സമയത്ത് ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ കുത്തിക്കയറ്റമാണ് ചർച്ചയ്ക്ക്. എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞത്? എന്തെല്ലാം ഇപ്പൊ എവിടെ പോയി അവരൊക്കെ? അത് മാത്രമല്ല, ഞാൻ ഈ പ്രശാന്തിലേക്ക് മാത്രം പോകുന്നില്ല. കാരണം വാസു ഓൾറെഡി പ്രതിയായി.
വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതായത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്നു വാസു പ്രസിഡന്റായ കാര്യത്തിലേക്ക് വന്നിട്ടില്ല. അതും ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ എന്തായാലും ഉണ്ട്. അന്ന് ഈ സ്വർണം ബാക്കിയുണ്ട് എന്ന് കാണിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇമെയിൽ അയക്കണമെന്ന്. അന്ന് എൻ വാസുവായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേവസ്വം കമ്മീഷണർ പോസ്റ്റിലെ അവസാന മാസം 2019 മാർച്ച് മാസം അദ്ദേഹം കൊടുത്ത ഒരു ഉത്തരവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഈ അത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയല്ല, വാതിൽപ്പാളികളിലെ സ്വർണം പൂശുവാനുള്ള ആ ഉത്തരവ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് പോയത്. അതുകൊണ്ടാണ് ആ കേസിൽ പ്രതിയായിരിക്കുന്നത് എൻ വാസു. പിന്നെ ഈ പ്രശാന്തിന്റെ കാര്യം പറയുമ്പോൾ ഇത് കെട്ടിച്ചമച്ചതാണ് അന്നത്തെ, അതായത് ഈ അർജൻസി ഉണ്ടായിരുന്നുവല്ലോ 2024 ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾക്ക് കേടുപറ്റിയിട്ടുണ്ട്, ചെമ്പ് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അർജന്റായിട്ട് സ്വർണം പൂശണം എന്നുള്ള ഉത്തരവ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അത് അതീവ ഗുരുതരം തന്നെയാണ്. അതിൽ ഓരോ വാക്കുകളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയുള്ള ഹൈക്കോടതിയുടെ പരാമർശങ്ങളായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. കാരണം കൃത്യമായിട്ട് ബോർഡ് എന്ന് തന്നെയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇതിനെല്ലാം എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ എൻ വാസുവും പ്രതിയായ സ്ഥിതിക്ക് അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പ്രതിയാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ. അതുമാത്രമല്ല വാസുവും അറസ്റ്റിലാകേണ്ട ആളാണല്ലോ. 3-ാം പ്രതിയാണ് വാസു. നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് 1-ാം പ്രതിയും 5-ാം പ്രതിയും 6-ാം പ്രതിയുമാണ്. വാസുവിനെ എന്തിന് ഒഴിവാക്കുന്നു അന്വേഷണ സംഘം? ഇല്ല, അതെ, കുറച്ചുകൂടെ വ്യക്തത എല്ലാ കാര്യത്തിലും വേണം. വാസു ഒരു അഡ്വക്കേറ്റാണ്, കുളനട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണക്കാരനാണ്. കാലാകാലങ്ങളായിട്ട് ഈ ശബരിമലയിലെ പ്രശ്നത്തിൽ പലതിലും വാസുവിന്റെ ഒപ്പീനിയനാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ സ്ത്രീകളെ പ്രവേശിക്കുന്ന സന്ദർഭത്തിന് അതിനെതിരായിട്ട് കേസ് കൊടുത്തതെല്ലാം ഡൽഹിയിൽ പോയി എല്ലാം നടത്തിയത് വാസുവാണ്. അന്നേരം പത്മകുമാർ ആയിരുന്നു പ്രസിഡന്റ് എങ്കിലും ആ സമയത്ത് വാസുവാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം വാസുവിന്റെ റോള് നമ്മൾ നോക്കുമ്പം ശബരിമലയിലെ കംപ്ലീറ്റ് കൺട്രോള് വാസുവിന്റെ കയ്യിലാണ്. അത് ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടാണ് അത് ഓവർകം ചെയ്യാൻ കഴിയില്ല. കാരണം അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ ട്രാക്കിൽ കൂടെ സഞ്ചരിക്കുകയാണ്. നമുക്ക് ശബരിമലയിലെ ഈ അവിടുത്തെ GB ഗ്രൂപ്പ് അവര് ഇത് പൂശിയ സമയത്ത് അന്ന് പൂശിയതിന്റെ ഒരു കണക്ക് ഈ മഹസറിനകത്ത് പറയുന്നുണ്ട്. 1565 ഗ്രാം ദ്വാരപാലക ശില്പത്തില്, കട്ടിളയിലെ 2520 ഗ്രാം, അതുപോലെ ശ്രീകോവിലെ ചുറ്റുമതിലുകളിലെ 4303 ഗ്രാം, 8387 ഗ്രാം അവിടെ പൂശിയിട്ടുണ്ട്. അത് ഏകദേശം 8.5 കോടി രൂപയുടെ വില വരും. അതാണ് പോയിരിക്കുന്നത്. അപ്പൊ 8.5 കോടി രൂപയുടെ സ്വർണ്ണം അവിടെ ഇരിക്കല്ലേ, അടിച്ചുകൊണ്ട് പോകും. നമ്മളാണേലും അടിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഉപയോഗമില്ലാതെ ഇരിക്കുന്നതാണ് ഇവർ കരുതുന്നത്. ഒന്നാമത് ഇവർക്ക് ദൈവവിശ്വാസം ഈശ്വരവിശ്വാസം ഇല്ലാത്തവരാണ് ആ തലപ്പത്തിരിക്കുന്നവർ. അതുകൊണ്ട് ആ ഭഗവാന്റെ അവിടുന്ന് അടിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു മടിയില്ല. അതൊക്കെ കാശാക്കാൻ അവർ നോക്കും. ഇപ്പോഴത് 8.5 കോടി രൂപയുടെ സ്വർണം കണ്ടെടുത്തേ പറ്റുള്ളൂ. നമുക്കിപ്പം വളരെ തുച്ഛമായ 400 ഗ്രാം പിന്നെ ഒരു 176 ഗ്രാം അങ്ങനെയൊക്കെ കണ്ടെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എത്രയോ ലക്ഷം രൂപയുടെ സ്വർണം അടിച്ച് അവർ മാറ്റിയത് കണ്ടെടുക്കാൻ കിടക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ആ വാസുവിനോ അല്ലെങ്കിൽ ഇനി വരുന്ന പത്മകുമാറിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രശാന്തിനോ അവരെന്നാ ഈ പ്രശാന്ത് എന്നാ ഇതിനു മുമ്പ് അടിച്ചു മാറ്റിയതിനെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കാത്തത്, അവിടെ ഒരു സ്പെഷ്യൽ SP ഉണ്ട് അങ്ങേര് കൊടുക്കാത്തത്. ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു മാറ്റർ വന്നപ്പോൾ ദേവസ്വം ബോർഡ് ബെഞ്ചിന് വന്നപ്പോഴാണ് എല്ലാവരും സടകൊഞ്ഞ് എഴുന്നേറ്റത്. എന്താണ് ഇതിനകത്തെ കള്ളത്തരവെന്ന് നമുക്കെല്ലാം വ്യക്തമാകുന്നത് അങ്ങനെയാണ്. അടിച്ചു മാറ്റിയ സ്വർണ്ണം എത്രയാണെന്ന് ഏകദേശം ഒരു ഐഡിയ ഇപ്പം വന്നിട്ടുണ്ട്. നേരത്തെ അതില്ല. അതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് ഈ SITയുടെ ഇൻവെസ്റ്റിഗേഷൻ പോയതായിട്ട് നമുക്ക് തോന്നുന്നത്. അത് സാരമില്ല. ഈ വാസുവിനെ പ്രതിയാക്കി കഴിഞ്ഞു. അടുത്തത് പത്മകുമാറിന്റെ ഓരമാണ്. 2 ദിവസത്തിനകം വാസുവിനെ കസ്റ്റഡി എടുക്കും, തീർച്ചയായിട്ടും കസ്റ്റഡി എടുക്കും. അവർ ചോദ്യം ചെയ്യും. അതിനുശേഷം തുടർച്ചയായിട്ട് ആദ്യത്തെ കേസിനകത്ത് 11 പേരെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, 3 പേരെ വന്നിട്ടുള്ളൂ. ബാക്കി 8 പേരെ ജയശ്രീ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ജയശ്രീ ഹൈക്കോടതി വരെ പോയപ്പോൾ ഹൈക്കോടതി അത് പരിഗണിച്ചേ ഇല്ല ജാമ്യത്തിന്. ലോവർ കോടതി നിങ്ങൾ പോവുക, എങ്ങും കിട്ടാൻ പോകുന്നില്ല. ഡൽഹിയിൽ എങ്ങാനും പോയാൽ ഒരു ചാൻസും ഇല്ല. പക്ഷെ കിടന്നേ പറ്റുള്ളൂ. ഈ
ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കുന്ന പലരും വിചാരിച്ച് അവരുടെ അതിബുദ്ധിയിൽ ഇതൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്നാണ്. സ്വർണം അടിച്ചു മാറ്റി അത് വിറ്റ് കാശാക്കി അതിന്റെ പണം കൈപ്പറ്റിയവരാണ് അവിടുത്തെ ഭൂരിപക്ഷം അവിടുത്തെ എംപ്ലോയീസും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ അവരുടെ കൂടെ ചേർന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരും. ഇത് കാരണം അടിച്ചു മാറ്റി എന്നുള്ള കാര്യം സംശയമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് മോചനമില്ല. എന്ത് കാണിച്ചാലും ശരി അവർക്ക് ആർക്കും മോചനമില്ല. ഞാനാണെങ്കിലും അവിടെ ഇരുന്നാലും പറ്റിപ്പോയെങ്കിൽ അത് പറ്റിയത് തന്നെ. അതിനകത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഗവൺമെന്റ് ഇതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകൾ ഞാൻ വളരെ സൂക്ഷ്മതയോടെ നോക്കിയായിരുന്നു. വളരെ പ്രിസൈസ്ഡായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, ശബരിമലയിൽ ആരെയും ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല, കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഇവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാരിനറിയാം. ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതി കണ്ടെത്തിയ ഒരു ഓഫീസറാണ് ശശിധരൻ. അത് ഹൈക്കോടതി കൃത്യമായി യാതൊരു വിധ കൈക്കൂലി വാങ്ങാത്ത ക്ലീൻ ഇമേജ് ഉള്ള ഒരാളെ സർക്കാർ നിർദ്ദേശിച്ചതല്ല. അത് ഹൈക്കോടതി കണ്ടെത്തി. ഹൈക്കോടതിയുടെ ഇടപെടലാണ് ഇതിനകത്ത് ഏക ആശ്വാസം എന്ന രീതിയിൽ നിൽക്കുന്നു. ഇപ്പോഴും ഹൈക്കോടതി ഇടപെടലാണ് ഇതിൽ നമുക്കൊരു ആശ്വാസം നൽകുന്നത്. അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ട ആ സമയം മുതൽ ഹൈക്കോടതിയുടെ ഇടപെടലായിരുന്നു. അന്ന് ഘോഷിച്ച് അയ്യപ്പ സംഗമം നടത്തുന്ന ആ സമയത്തായിരുന്നു ഹൈക്കോടതിയുടെ ഈ നിർണായക കണ്ടെത്തൽ വന്നത്. അതിൽ നിന്ന് ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന അനേകം വിവരങ്ങൾ വരികയാണ്. ശ്രീത് പണിക്കർ, ഇതിൽ ഒരുപാട് ഈ ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ. ഇതിലിപ്പോൾ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, ഇപ്പോൾ വാതിൽപ്പാളികളിലെ സ്വർണം പോയി, പ്രധാന വാതിലിലെ, അതായത് ശ്രീകോവിലിലെ പ്രധാന വാതിലിലെ സ്വർണം കൊണ്ടുപോയി. അത് ഈ വാതിൽ അഴിച്ചു വെച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല റിപ്ലിക്ക അവിടെയും ഉണ്ടെന്നാണ് അല്ലേ? ശ്രീകോവിലിൻ്റെ പ്രധാന വാതിലിൻ്റെ റിപ്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ വാതിലാണോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രീയ പരിശോധന നടത്തണം എല്ലാ കാര്യങ്ങളിലും എന്നും ഹൈക്കോടതി പറയുന്നത്. പിന്നെ 2019 ഈ വാതിൽ പാളികളുടെ കാര്യത്തിലാണ് വാസു പ്രതിയായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യത്തിൽ ഇനി 2019 മുതലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, കമ്മീഷണർമാർ ഒക്കെ പ്രതിയാകാൻ കിടക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റുമാരായ പത്മകുമാർ വരുന്നു, അനന്തഗോപൻ വരുന്നു, പിന്നെ ഇപ്പോൾ നമ്മുടെ PS പ്രശാന്ത് വരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സമാനമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ചിലർ വാതിലിൻ്റെ കാര്യത്തിൽ, ചിലർ വാതിൽ പാളികളുടെ കാര്യത്തിൽ, കട്ടളയുടെ കാര്യത്തിൽ, ചിലർ ദ്വാരപാലക ശില്പപാളികളുടെ കാര്യത്തിൽ. ഇവരെല്ലാം ഈ പ്രതിസ്ഥാനത്തേക്ക് വരാൻ യോഗ്യരാണ്. തീർച്ചയായിട്ടും. കാരണം കോടതി ഇതിൽ പറയുന്നുണ്ട്, ഈ 2019 ജൂൺ മാസത്തിലോ മറ്റോ ആണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇവിടെ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിരുന്ന ഒരു ഇമെയിലിൽ നിന്നാണ് ഈ മൂലസ്ഥാനത്തുള്ള ഈ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട പ്ലേറ്റിങ്ങിന്റെ കാര്യങ്ങളെക്കുറിച്ച്, അതിന് 35 വർഷത്തെ വാറണ്ടി കൊടുത്തിരുന്നതിനെ പറ്റി, പിന്നീട് അതിന്റെ ബാക്ക് ഡോറിന്റെ പിൻഭാഗം 15 വർഷത്തെ വാറണ്ടി കൊടുത്തിരുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അറിഞ്ഞിരുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയാണ് അതിൽ തന്നെ ഈ കമ്പനി പറയുന്നത് അനുസരിച്ചിട്ട് ഏതാണ്ട് 80-90% സ്വർണം അതിൽ നിന്ന് ഈ 24 ക്യാരറ്റ് ഗോൾഡ് റിക്കവർ ചെയ്യാനായിട്ട് സാധ്യമാകുമെന്ന് ഈ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവിടെയാണ് പരാമർശം വരുന്നത്. അപ്പോൾ ഇവിടെ സത്യത്തിൽ നടന്നിരിക്കുന്നത് എന്താണ്? വിജയ് മല്യ അവിടെ കൊടുത്തിരിക്കുന്ന സ്വർണം അത്രയും, ഒരു മില്ലിഗ്രാം സ്വർണം പോലും നഷ്ടപ്പെടാതെ അവിടെ നിന്ന് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് ബോർഡിന്റെ തലപ്പത്തിരുന്നത് എങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. ഇതിപ്പോൾ വിശ്വാസികളാണ് എന്ന് നടിക്കുന്ന, എന്നാൽ ഐഡിയോളജിക്കലി അങ്ങനെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇല്ലാത്ത കുറേയധികം ആൾക്കാർ അവിടെയുള്ള സ്വത്തിന്റെ മൂല്യത്തിൽ മാത്രം കണ്ണുനട്ട് അതിനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതിന് നമ്മൾ കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ മാത്രം മതിയാകും എന്ന് ചിന്തിച്ച് ഒരു കോക്കസ് ഉണ്ടാക്കി കോടതി കൃത്യമായി പറഞ്ഞതുപോലെ ഒരു ഗൂഢാലോചന നടത്തി ഇത് ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊള്ള അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതല്ല എങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് എങ്ങനെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചും ഭഗവാന്റെ സ്വത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതിനാണ് ദേവസ്വം മാനുവൽ ഉള്ളത്. ഇനി മാനുവലിൽ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ കോടതി തന്നെ ഇതിനിടയ്ക്ക് വളരെ കൃത്യമായിട്ടൊരു ഓർഡർ വഴി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള സ്വർണം
സ്വർണം തന്നെയാണ്, തനി തങ്കം തന്നെയാണ് എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നിട്ടും അവിടെ നിന്ന് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോകുന്നതിനെ നിയമപ്രകാരം അത് ഒന്നിലധികം ജുഡീഷ്യൽ സേഫ് ഗാർഡ്സ് വഴി അതിനെ പ്രിവെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാമായിരുന്നിട്ടും ഈ കൊള്ള ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ കീഴിൽ പോലും നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? 2019 ഒരുപക്ഷെ തുടങ്ങിയിരിക്കുന്ന ഈ കഴിഞ്ഞ 6 വർഷവും യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ലാതെ സ്വർണമായി അവിടെ കാണുന്നത് എന്തിനേയും ആ സന്നിധാനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള അർജൻസി ഉണ്ടാക്കുന്നു. ആ അർജൻസി എന്നൊക്കെ പറയുന്നത് ബോണഫൈഡ് റീസൺ ഇല്ല എന്നാണ് പറയുന്നത്. സതുദ്ദേശപരമായിട്ടുള്ള ഒരു കാരണവുമില്ലാതെ അവിടെ മെയിൻ്റനൻസ് നടത്തുന്നതിന് കൃത്യമായ സമയം ഉണ്ടായിരുന്നിട്ട് ഈ പറയുന്ന ചട്ടപ്രകാരം അവിടെ വെച്ച് തന്നെ മെയിൻ്റനൻസ് നടത്താമായിട്ടും ഇതിനെ പുറത്ത് കൊണ്ടുപോകാനുള്ള കാരണങ്ങൾ ഇവർ ഇൻവെന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ശരിയാണ്, അതാണ് എല്ലാത്തിലും ഒരേ രീതിയിലാണ് മോഡസ് ഓഫ് ഓപ്പറാണ്ടി, എല്ലാത്തിലും ഒരേ രീതിയിലാണ്. പിന്നെ അതിലെ കഥാപാത്രങ്ങൾ മാറിയിട്ടുണ്ട്. ഒരാൾ മാത്രം അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം എല്ലാത്തിലുമുണ്ട്, ബാക്കിയുള്ളതിൽ കഥാപാത്രങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ 2 വർഷത്തെ ടേൺ അനുസരിച്ച് മാറി വരുന്നു, ദേവസ്വം കമ്മീഷണർമാർ മാറി വരുന്നു, തിരുവാഭരണം കമ്മീഷണർമാർ മാറി വരുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ പോറ്റി എവിടെയുണ്ട്? ഈ ഡോറിൻ്റെ കാര്യത്തിൽ, ശ്രീകോവിലിൻ്റെ പ്രധാന വാതിലിൻ്റെ കാര്യത്തിൽ വിജയ് മല്യ പൂശിയിരുന്നത് 2519 ഗ്രാം ആയിരുന്നു, 24 ക്യാരറ്റ് ഗോൾഡ് ആയിരുന്നു, ഇല്ലേ? തനി തങ്കം എന്ന് തന്നെ പറയാവുന്നതാണ്. പക്ഷേ അവസാനം ഈ പോറ്റി പൂശി വന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്ന എത്രയാണ്? 324 ഗ്രാമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഈ ശബരിമല ശ്രീകോവിലിലെ പ്രധാന വാതിൽ അത് തന്നെയാണോ ഇപ്പോൾ ഉള്ളതിൽ എന്ന കാര്യത്തിലും സംശയം വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം അതിന് പുറത്തു നിന്ന് ഒരു ആശാരിയെ കൊണ്ടുവരുന്നു. ആശാരി അതിന്റെ മെഷർമെന്റ് എല്ലാം തന്നെ ആശാരിക്ക് വേണ്ടിയിട്ട് ആ ഡോർ ഇളക്കി കൊടുക്കുന്നു. അതിനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് അതിന്റെ മെഷർമെന്റ് എടുക്കുന്നു, എന്നിട്ട് പോയി തേക്കുതടിയൊക്കെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനുശേഷം അതിലേക്ക് ഇതെല്ലാം തന്നെ അതിന്റെ അളവിലേക്ക് ഹൈദരാബാദിലോ മറ്റോ കൊണ്ടുപോയിട്ട് കോപ്പർ പ്ലേറ്റ് ചെയ്യുന്നു. ആ കോപ്പർ തകിടുകൾ ഉണ്ടാക്കിയതിനു ശേഷം അതിന് പുറത്തേക്കാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള സ്വർണം പൂശി കൊണ്ടുവരുന്നത്. അപ്പൊ സ്വർണം പൂശി കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒറിജിനലായിട്ടുള്ള വാതിലിന് എന്ത് സംഭവിച്ചു? അതാണോ അലക്ഷ്യമായിട്ട് അവിടെ വെച്ചിരുന്നത്? അതാണോ പിന്നീട് സ്ട്രോങ് റൂമിൽ കണ്ടത്? അതിൽ ഈ പറയുന്ന സ്വർണമൊക്കെ ഉണ്ടോ? ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കോടതി പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി നേരത്തെ പറഞ്ഞിരുന്ന സ്കോപ്പിന് പുറത്തേക്ക് അവിടെ ഉള്ള സ്വർണം എത്രയാണോ ആ സ്വർണം ഏതൊക്കെ വഴികളിൽ കൂടി പോയിട്ടുണ്ട്, എത്ര ഇനി അവിടെ ബാക്കി അവിടെ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. അതായത് അവിടെ ഈ സ്വർണം പൂശിയിരിക്കുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്ന എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഏതൊരാളിനും, അതായത് ഇതിൽ ഈ വിധി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലോജിക്കാണ് കോടതി ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഉണ്ട്. തന്നെയുമല്ല, ഇത് തുടർന്നും കോടതിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് SIT ഫോളോ ചെയ്യുന്നുണ്ടോ എന്നതിനെ കോടതി തന്നെ തുടർന്നും പരിശോധിക്കുകയാണ്. അത്രത്തോളം ട്രാൻസ്പെറൻസിയും അല്ലെങ്കിൽ അത്രത്തോളം ഒരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള എൻക്വയറിയാണ് ഈ കാര്യത്തിൽ നടക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് ഒരു സംശയവുമില്ല. അതിന്റെ ആ ഗ്രാവിറ്റി എത്രയാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സുഭാഷ് കപൂറിന്റെ പരാമർശം പോലും ഇതിൽ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എന്നിട്ടാണ് അവിടെ പോയി ക്ഷമ ചോദിച്ചപ്പോഴത്തേക്കും കോടതി മാപ്പ് നൽകി എന്നൊക്കെ പറയുന്നത്. കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് പലയിടങ്ങളിൽ, നോ ഓഫീസർ ഓഫ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഫോർമർ ഓർ പ്രസന്റ് ക്യാൻ ലെജിറ്റിമേറ്റ്ലി പ്ലഡ് ഇഗ്നോറൻസ് ഓഫ് ദിസ് ഫാക്ട് എന്നും പറയുന്നുണ്ട്. അവിടെ നടന്ന കാര്യങ്ങൾ അത് അശ്രദ്ധ കാരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ന്യായീകരണവും നടത്തരുതെന്നാണ്, അല്ലെ ശ്രീജിത്ത്? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ 2 കാര്യങ്ങളിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. അതിൽ ഒന്നാമത്തെ കാര്യം അത് സ്വർണ്ണ ഉരുപ്പടികളാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതാണ്. 2, അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഒരാളിനും അറിയില്ല എന്ന് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ യു കനോട്ട് പ്ലീഡ് ഇഗ്നറൻസ് എന്നാണ് പറയുന്നത്. കാരണം എന്താ? ഇത് ഒരാളിന്റെ മാത്രം നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു സംവിധാനമല്ല. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം സെക്രട്ടറി, ദേവസ്വം പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ഇതിൽ ദേവസ്വം പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ചിലപ്പോൾ ന്യൂലി അപ്പോയിന്റഡ് ആയിരിക്കാം. പക്ഷെ മറ്റുള്ള ആൾക്കാർ സീസൺഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. അവര് ദേവസ്വത്തിന്റെ സ്റ്റാഫാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ഈ കാര്യങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്കറിയാം. അതിനെ സർക്കംവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോധപൂർവമായിട്ടുള്ള ഒരു അർജൻസി ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയുമ്പോഴാണ് ഈ അർജൻസി എവിടെ നിന്ന് സ്റ്റെം ചെയ്തു എന്നുള്ളത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ കിടക്കുന്നത്. തിരുവാഭരണം കമ്മീഷണർ തന്നെ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷനിൽ പറയുകയാണ് ദേവസ്വം പ്രസിഡന്റ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിനെ ദേവസ്വം പ്രസിഡന്റ് എവിടെയെങ്കിലും റെഫ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? കാരണം ഇത് അദ്ദേഹത്തിന്റെ ഫൈനൽ തീരുമാനമല്ല.
ആ തീരുമാനം പിന്നീട് എവിടെയൊക്കെ പോയിട്ടുണ്ട് മഞ്ജുഷ്. ആ അതെ. തീരുമാനം പിന്നീട് ബോർഡിന് പോയിട്ടുണ്ട്. അവസാനം അത് ഓർഡറായിട്ട് ഇറങ്ങുന്ന സമയത്ത് പോലും ഈ പരാമർശം അതിനകത്തിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു ഘട്ടത്തിലും ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പറയാൻ പോലും കഴിയുന്നില്ല. അതിനുള്ള സ്കോപ്പ് പോലും ബാക്കിയില്ല. അപ്പൊ പിന്നീട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനത്തിന് തുടരാൻ കഴിയുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഈ പരാമർശവും നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കോടതിയിൽ പോകും. ഞാൻ പറഞ്ഞ മാധ്യമങ്ങളുടെ മുന്നിൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞു നിൽക്കുന്നതിനോ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനോ വേണമെങ്കിൽ അങ്ങനെ ഒരു പരാമർശം നടത്താം. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വസ്തുതാപരമല്ലേ? ഇവിടെ കോടതിയുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് അല്ലേ? അതിനെ എങ്ങനെ ഇനി പറയുക? ഇനി അതിനെ ഒന്ന് മയപ്പെടുത്തണം, ഞാൻ അങ്ങനെയല്ല എന്ത് പറയാൻ കഴിയും? എനിക്ക് അറിയില്ലായിരുന്നു എന്നല്ലേ പറയാൻ കഴിയുള്ളൂ. അത് തന്നെയാണല്ലോ ഇതുവരെയും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? എക്സ്ക്യൂസ് കിട്ടി എന്ന് പറയുന്നത് എന്തിന്റെ പേരില? എന്തായാലും ഇതിനെ അവിടെ കൊണ്ടുപോയി ഈ പരിപാടി തുടങ്ങി. ഈ പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിഡ്വേ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് സാങ്കേതികമായിട്ടുള്ള ഒരു ഒറ്റ കാരണത്താലാണ് ഈ പണി പൂർത്തിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞത്. അതിനർത്ഥം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം ഞങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു, വിശാലഹൃദയരായിട്ടുള്ള ആശാൻ ക്ഷമിച്ചു എന്നല്ല. ഒരിടത്തും ക്ഷമിച്ചിട്ടില്ല ശ്രീ റെജി ലൂക്കോസ്. താങ്കൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കൂ. കോടതി ഒരിടത്തും ക്ഷമിച്ചിട്ടില്ല, ആരോടും ക്ഷമിച്ചിട്ടില്ല. അങ്ങനെ അശ്രദ്ധയുടെ പേരിൽ അങ്ങനെ ഒരു ക്ഷമാപണം നടത്താൻ പറ്റുന്ന ഒന്നല്ല ശബരിമലയിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അപേക്ഷയുടെ ആവശ്യമില്ല, അങ്ങനെ ഒരു അശ്രദ്ധയല്ല അവിടെ നടന്നിരിക്കുന്നത് എന്ന്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്ന് കൂടുന്നത് 2004 തെളിവ് സ്വതം പുറത്തു വന്നിട്ടുണ്ട്. അന്ന് കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി UDF സർക്കാർ 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ, 2011 മുതൽ 2016 വരെ കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ. ആ സമയത്തൊക്കെ അവരുടെ ഈ കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്താണ് കേരളം ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിലൊന്നും അവിടെ ഇറങ്ങിയത് കൊള്ള 1,82,00,000 രൂപ അന്നത്തെ മന്ത്രിയായിരുന്നു ശിവകുമാറിന്റെ സഹോദരൻ ചുമ്മാ എഴുതിയെടുത്തോണ്ട് പോയി. അതിപ്പോഴും അന്വേഷണത്തില് അത് കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് അവിടെ ഭരണസമിതിയിൽ നിന്നോ അല്ല ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ വ്യത്യാസമില്ലാതെ കൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയത് എന്തുകൊണ്ടാണ് ഇവർക്ക് ആരും കണ്ടുപിടിക്കാൻ പറ്റിയത്? അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ കാലഘട്ടത്തിൽ അവിടെ ഇൻവിസിബിൾ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ കാലങ്ങളായിട്ട് ഈ 10-20 വർഷമായിട്ട് തന്നെ അവിടെ കടന്നുകൊണ്ടിരിക്കുന്ന ഇയാൾ ഒരു കൊള്ളസാന്റെ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് LDF സർക്കാരിനെ മാത്രം പോയിന്റ് ചെയ്തുകൊണ്ട് ഇത് LDF സർക്കാരിന്റെ പ്രൊത്താക്ഷനോടാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിൽ വിരോധാഭാസം ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 6 വർഷത്തെ കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ 6 വർഷം അല്ലെങ്കിൽ 7 വർഷം എന്ന് പറയാം. 2018 അവസാനം മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ സമയം അവിടെ ഭരിച്ചിരുന്നതെല്ലാം ഇടത് അനുകൂലികളായിരുന്നു. ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡായിരുന്നു. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി ആദ്യത്തെ ഉത്തരവിൽ പറഞ്ഞെന്താ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്ന കാലം മുതലുള്ള അയാളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷണം വേണമെന്നാ പറഞ്ഞത്. 2018 മുതലല്ലേ? 2018 മുതലുള്ള ഇടപാടുകളെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് പരാമർശമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കടന്നുകൂടുന്നതിനെ കുറിച്ചും അക്കാലം മുതലുള്ള കാര്യങ്ങളും SIT അന്വേഷിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്തും കാണുന്നില്ല. ഇതിപ്പോൾ 2018 ഇത്തവണത്തെ ഓർഡറിലും 2018 മുതലുള്ള കാര്യങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പഴയ വിധിന്യായങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകളെല്ലാം. പിന്നെ പറഞ്ഞിട്ടുള്ള അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 98-99 അത് വിജയ് മല്യ അവിടെ സ്വർണം പൂശിയ സമയത്താണ്. അത് റെഫറൻസിന് വേണ്ടി പറയുന്നതാണ്. ശ്രീ നിജേഷ്, റെജി പറയുന്നത് UDF സർക്കാരിന്റെ കാലത്തെ ബോർഡിന് നേരെയുമാണ് വിരൽ ചൂണ്ടുന്നത്. അല്ല, ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് അദ്ദേഹം പറയായിരുന്നത് നന്നായി. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ കൂത്തുപറമ്പിൽ ഒരു CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം നഗരസഭാ കൗൺസിലറെ ഒരു മാല പൊട്ടിച്ചതിന് ഒരു സ്ത്രീയുടെ കഴുത്തിന്റെ മാല പൊട്ടിച്ചതിന് പോലീസ് പിടിച്ചു. അപ്പൊ പോലീസ് പിടിച്ചതല്ല, അതിന് പറഞ്ഞൊരു ട്രോള് അത് വളരെ രസകരമായി തോന്നി. അദ്ദേഹം മാല പിടിച്ചതല്ല, എന്റെ വാർഡിൽ ഒരു സ്ത്രീയുടെ കഴുത്തിലെ മാല അത് അത്ര തിളക്കമില്ലാന്ന് തോന്നി, അതൊന്ന് ഞാൻ മെല്ലനെ എടുത്തു കൊണ്ടുപോയിട്ട് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തതാണ്, അല്ലാതെ പിടിച്ചു കൊണ്ടുപോയതല്ല എന്നാരോ ന്യായീകരിക്കുന്നത് കണ്ടു. ആ തരം ന്യായീകരണമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കള്ളന്മാരാണ്. എവിടെ വെച്ച് കട്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമാണ്. മലബാർ ദേവസ്വം ബോർഡിലെ അമ്പലങ്ങൾക്കകത്തുള്ള മോഷണം ഇന്ന് മലബാർ മേഖലയിലെ അമ്പലങ്ങളിൽ നിന്ന് മോഷണം പോയതിന്റെ കഥ കഴിഞ്ഞ ദിവസം അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറയാണ്, ഉദ്യോഗസ്ഥൻ 20 ഏക്കർ തട്ടിയെടുത്തു, അമ്പലത്തിൽ നിന്ന് തട്ടിയെടുത്തു. പക്ഷെ ഒരു പോലീസ് ആക്ഷനും ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? ഇവർ അറിഞ്ഞുകൊണ്ടാണ് മലബാർ ദേവസ്വം ബോർഡിൽ, അതേപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ
ശബരിമലയിലെ കളവ്, മോഷണം പുറത്തു വന്നിട്ട് ഇത്ര ദിവസമായിട്ടും എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് CPM എടുക്കുന്നുണ്ടോ? ഒരു ചർച്ചയ്ക്കകത്തേക്ക് CPM ആളെ വിടുന്നുണ്ടോ? ഇതുപോലെയുള്ള ഇടതുപക്ഷമാണോ എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷമാണ്, CPM ആണോ എന്ന് ചോദിച്ചാൽ CPM ആണ് എന്നല്ലാതെ ആധികാരികമായിട്ട് ഒരാളെ ചർച്ചയ്ക്ക് വിടാൻ CPM തയ്യാറല്ല. ഇതിന് ഈ കളവിന് ന്യായീകരിക്കാൻ CPM തയ്യാറല്ല. സമയത്ത് ഞാൻ ചർച്ചയിലുണ്ടായിരുന്നു നിരന്തരമായിട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരമായ തട്ടിപ്പാ. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പുറത്തു പറയിപ്പിക്കരുത്. ആൾക്കാരെ പിന്നെ ആക്ഷേപിച്ച് സംസാരിക്കും, ചിലതൊക്കെ പറയേണ്ട വരും. ഞാനത് മലപ്പുറം ഉണ്ടായിരുന്നു. പറയണം നിങ്ങൾ പറയണം സാർ. പറയും സാർ. എന്താ സംശയം? കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളയല്ലേ നടന്നത്? ആരൊക്കെ പേരുള്ള പുറത്തു വന്നത്? അതിന് നേതൃത്വം കൊടുത്തവർ ആരാ? ഒരു കോൺഗ്രസ്സുകാരനല്ലേ? പിന്നെ വന്ന പേരുകളൊക്കെ എന്തൊക്കെയാ? നിങ്ങൾ അത് പറയിപ്പിക്കരുത്. പക്ഷെ ഇതുപോലൊരു കൊള്ള ഭയങ്കരമാണ് കേട്ടോ. ഈ കൊള്ളയുടെ കാര്യം പറയുമ്പോൾ അല്ല, ഈ കൊള്ളയുടെ മുമ്പിൽ ഒന്നുമാവില്ല. ഈ കൊള്ളയുടെ മുമ്പിൽ ഒന്നുമാവില്ല. അല്ലല്ല, ഇതിൽ ഒരു മിനിറ്റ്സ് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഇത് വായിച്ചു തീർന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അല്ലല്ല, ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടല്ലോ, ഇത് വായിക്കാൻ ഒരുപാടുണ്ട്. അല്ലല്ല, അതിനകത്ത് ഓരോ പേജിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്രമക്കേട് ശബരിമലയെ കുറിച്ച് അതാണ് പറയുന്നത്. അതുകൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. അതിലേക്ക് അങ്ങോട്ടൊന്നും പോകരുത്. ആരുടെയൊക്കെ പേരുകളാണ് കേരളം ചർച്ച ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടറിയാം. പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ശബരിമലയിലെ നിങ്ങൾ മാന്യത പഠിപ്പിക്കേണ്ട. നിങ്ങളായിരുന്നു ചർച്ചയ്ക്ക് എന്ന് നേരത്തെ പറഞ്ഞിരുന്നാൽ ചർച്ചയ്ക്ക് വരാൻ തന്നെ കോൺഗ്രസിലെ ആളുകൾ ഇല്ല, വരരുത് എന്ന് പറഞ്ഞതാണ്. ഞാനിത് അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് പോലും പറയാതെ ചർച്ചയിൽ പങ്കെടുത്തത്. ശബരിമലയിൽ തട്ടിപ്പാണ്, കള്ളന്മാരാണ്. ആ കള്ളന്മാർക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു, പ്രശാന്തന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. നിങ്ങൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് അനുകൂലമായ പരാമർശമുണ്ട്, മാപ്പ് കൊടുത്തു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഓരോ ദേവസ്വം ബോർഡ്, ഇടതുപക്ഷം പിണറായി വിജയൻ അപ്പോയിന്റ് ചെയ്ത ഓരോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിൽ പ്രതിയാകുന്നു. ദേവസ്വം ബോർഡ് പ്രതിയാകുന്നു. കമ്മീഷണർ ആയിരുന്ന, പിന്നീട് പ്രസിഡന്റ് ആയിരുന്ന വാസു പ്രതിയാകുന്നു. വാസുവിന് അയച്ച മെയിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇങ്ങനെ CPM കാലത്തെ ഓരോരുത്തരായി ഈ തട്ടിപ്പിൽ പ്രതിയാകുമ്പോ, ഓരോരുത്തരായി ഇതിന്റെ അകത്തേക്ക് ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം വരുമ്പോൾ ഹൈക്കോടതി നേരിട്ട് അന്വേഷണ ചുമതല ഏൽപ്പിച്ചു കൊടുത്ത ആളുകൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ശരി, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു സെന്റൻസ് കൂടി വായിച്ച് ഞാൻ നിർത്തുകയാണ്. ഒരു സെന്റൻസ് കൂടി, അത് ഇപ്പോഴത്തെ ഭരണസമിതിയെ കുറിച്ചാണ്. ഇറ്റ് ഈസ് പർട്ടിക്കുലർലി അലാമിംഗ് ദാറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ Travancore Devaswam Board order dated 2/9/2025 granting permission to undertake repair works and gold plating of the Dwarapalagas at Smart Creations Chennai finds no entry whatsoever in the minutes book of the board. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിൽ ഒരിടത്തും ഇങ്ങനെ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയെ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് വർക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഹൈക്കോടതി ആ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കുവാൻ നിർദ്ദേശം നൽകുകയും അങ്ങനെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന മിനിറ്റ്സ് ബുക്ക് പരിശോധിച്ചപ്പോഴാണ് ഈ വിവരം കിട്ടിയത്. അത് ആരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? PS പ്രശാന്ത്. ദിസ് ഒമിഷൻ ഇൻ അവർ കൺസിഡേർഡ് വ്യൂ ഈസ് എ മാറ്റർ ഓഫ് ദ അറ്റ്മോസ്റ്റ് സീരിയസ്നെസ് ആൻഡ് വാറൻസ് ക്ലോസ് സ്ക്രൂട്ടിനി എന്നാണ്. സൂക്ഷ്മമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ വേണം, അന്വേഷണം വേണമെന്നാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ആ പദവിയിൽ എങ്ങനെ തുടരാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനുള്ള പ്രതികരണം PS പ്രശാന്ത് നൽകിയേ തീരൂ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ശബരിമല സ്വർണ്ണക്കൊള്ള N വാസുവിന്റെ അറിവോടെയോ? അതേ എന്ന് 94% പ്രേക്ഷകരും, അല്ല എന്ന് 3% മാത്രം. വേണ്ടിപ്പറ്റ് അവസാനിക്കുന്നു. നന്ദി.